ഗൈസ് ഇന്നൊരു ബട്ടൂര റെസിപ്പി ആയാലോ. ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിൻ്റെ അകത്തേക്ക് 1 ഗ്ലാസ്സോളം ആട്ടപ്പൊടി ആഡ് ചെയ്യാം. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ്സോളം മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്യണേ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ഗ്ലാസ്സോളം റവ. ഈ റവ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബട്ടൂര നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ്സിനെക്കാട്ടും കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് സോഡാപ്പൊടിയാണ്. ഒരു നുള്ള് മതിയേ. ഇനി അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുക. അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മളുടെ ടേസ്റ്റാണല്ലോ ഉപ്പ്. അപ്പോൾ ആ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കണേ. ഇനി ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റാക്കിയിട്ട് ഇതിനെ അടച്ച് വെക്കണം കേട്ടോ. ഇതൊരു 6 മണിക്കൂറോളം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണേ. ഇനി 6 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് കുഞ്ഞു ഉണ്ടകളാക്കിയിട്ട് പരത്തിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും പൊരിക്കാം. നമുക്ക് ഹോട്ടലിലൊക്കെ വലിയ സൈസിലല്ലേ കിട്ടുക. ഇതിൻ്റെ കൂടെ നല്ല ചന മസാലയും കുറച്ച് ഉള്ളിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണേ. അപ്പോൾ ബൈ ഗായ്സ്.